അട്ടപ്പാടി മധു വധക്കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം. 16-ാം പ്രതിക്ക് 1 വർഷം തടവ്. 3 പ്രതികളെ വെറുതെ വിട്ടു. മധുവിന്റെ അമ്മയ്ക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. രതൻ കേൽക്കറുടെ നിയമനം ന്യായീകരിച്ച് മുഖ്യമന്ത്രി. കേൽക്കർക്കെതിരെ ആരും മുമ്പ് പരാതികൾ ഉന്നയിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ. മലയിടം തുരുത്തിലെ ജനങ്ങളെ സംരക്ഷിക്കും. മുനമ്പത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയത് വഖഫ് ബോർഡെന്ന് മുഖ്യമന്ത്രി. മുനമ്പത്ത് 10 മിനിറ്റിനകം പരിഹാരമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് കെ സുരേന്ദ്രൻ. ഗൺമാൻമാരുടെ മർദ്ദനാന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം തടഞ്ഞു. തെളിവ് ശേഖരണത്തിനും തടസ്സം നിന്നു. SITക്ക് മൊഴി കിട്ടി. SITയുടെ ആദ്യ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. സർക്കാർ ശുപാർശ PSC അംഗീകരിച്ചു. 289 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടും. മലയാളം തുരുത്ത് നിവാസികളെ ഒഴിപ്പിക്കാതെ പറ്റില്ലെന്ന് ഹൈക്കോടതി. സാങ്കേതികത്വം പറയരുതെന്ന് സർക്കാരിനോട് കടുപ്പിച്ചു. 2 ആഴ്ച സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യം അംഗീകരിച്ചു. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടി. ഇന്ന് കൂടിയത് ലിറ്ററിന് 2.61 രൂപ വീതം. 10 ദിവസത്തിനിടെ കൂട്ടുന്നത് 4-ാം തവണ. പശ്ചിമേഷ്യൻ യുദ്ധം പ്രതിസന്ധിയാകുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം കേരളത്തിലെത്താൻ വൈകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം.